22-ാം സങ്കീർത്തനം ഒരു മിശിഹാ സങ്കീർത്തനമാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന കർത്താവിൻ്റെ കുരിശിലെ ബലിയെ അത് നേരിട്ട് കണ്ടാലെന്ന വണ്ണം അത്രയും കൃത്യതയോടെ ദാവീദ് രാജാവ് പ്രവചിച്ച സങ്കീർത്തനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന 22-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വചനം ചൊല്ലിക്കൊണ്ടാണ് ഈശോ മരിക്കുന്നത് പോലും. എല്ലാവരുടെയും ശ്രദ്ധയെ 6-ാമത്തെ വചനത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഞാനൊരു മനുഷ്യനല്ല, ഞാനൊരു കൃമിയത്രേ, എല്ലാവരുടെയും നിന്ദാപാത്രവും ജനങ്ങളുടെ പരിഹാസ വിഷയവും. ഇവിടെ കൃമി എന്ന വാക്കിനെ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ അത്രയും എല്ലാവരുടെയും അവജ്ഞാപാത്രമായി കർത്താവ് മരിക്കും എന്ന ധ്വനിയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരിക. എന്നാൽ കുരിശിൽ കിടന്നുകൊണ്ടുള്ള കർത്താവിൻ്റെ രക്തം ചിന്തിയുള്ള പാപപരിഹാര ബലിയെയും അതിലൂടെ ദൈവമക്കൾക്ക് ദൈവം നൽകുന്ന നിത്യജീവൻ മുഴുവനെയും ആ കൃമി എന്ന വാക്കിൽ മുഴുവൻ ഉൾച്ചേർത്തിട്ടുണ്ട്. കൃമി എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ആ സങ്കീർത്തനം എഴുതപ്പെട്ട ഹീബ്രു ഭാഷയിലേക്ക് നമ്മൾ പോകണം. ഹീബ്രു ഭാഷയിലെ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ഇനി മുതൽ കുറെ കൂടി ബഹുമാനത്തോടെ മാത്രമേ ആ വാക്കിനെ നമുക്ക് സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. പഴയ നിയമത്തിൽ സാധാരണയായി കൃമികളെയും പുഴുക്കളെയും പറ്റി പറയാൻ ഉപയോഗിച്ചിരുന്ന ഹീബ്രു വാക്ക് റിമ്മ എന്ന വാക്കാണ്. എന്നാൽ 22-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് റിമ്മ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്ക് തോലാത്ത് എന്ന ഹീബ്രു വാക്കാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. റിമ്മ എന്ന് പറഞ്ഞാൽ അഴുക്കിലൊക്കെ നമ്മൾ കാണുന്ന കീടം, പുഴുക്കൾ, കൃമികൾ എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ തോലാത്ത് എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിൽ നമ്മൾ പറയുന്ന അരക്കു ജീവി എന്നാണ് അതിന്റെ അർത്ഥം. ഇംഗ്ലീഷിൽ അതിനെ ക്രിംസൺ വേം എന്ന് പറയും. ഈ ജീവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, അതിനു മുമ്പുള്ള പഴയ നിയമ കാലഘട്ടത്തിൽ ചുവന്ന ചായങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ ജീവികളെ ആയിരുന്നു. ഈ ജീവികളെ പിടിച്ച് തല്ലി ചതച്ചാൽ അവയുടെ ഉള്ളിൽ നിന്ന് ഒരു ചുവന്ന കറ പുറത്തേക്ക് വരും. ഈ ചുവന്ന കറയിൽ വസ്ത്രങ്ങൾ മുക്കിയിട്ടാണ് വസ്ത്രങ്ങൾക്ക് ചുവന്ന നിറം കൊടുത്തിരുന്നത്. ഇങ്ങനെ ഈ ജീവിയിൽ നിന്ന് പുറത്തു വരുന്ന ആ കറയിൽ മുക്കിയ വസ്ത്രങ്ങൾ ധരിച്ചവർ അത് ഒരു ആഡംബരത്തിന്റെയും പ്രൗഢിയുടെയും രാജകീയമായ ചിഹ്നത്തിന്റെയും പ്രതീകമായിരുന്നു. ഈ ജീവിയുടെ കറയിൽ മുക്കിയ വസ്ത്രങ്ങൾ, രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, പഴയ നിയമ കാലഘട്ടത്തിൽ പുരോഹിതന്മാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, സമാഗമ കൂടാരം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഉപയോഗിച്ച ചുവന്ന വിരികളിൽ ആ ചുവന്ന വിരികൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ തുണികൾ, അതെല്ലാം ഈ ജീവിയുടെ കറയിൽ മുക്കിയ വസ്ത്രങ്ങളാണ്, തുണിത്തരങ്ങളാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ മധ്യപൂർവേഷ്യയിൽ തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിനും ചായം കലർത്താനും വേണ്ടി ഇത്തരം അരക്ക് ജീവികളെ കാർഷികമായി വളർത്തിയിരുന്നു, കൂട്ടത്തോടെ കൃഷി ചെയ്ത് വളർത്തിയിരുന്നുവെന്ന് സെക്കുലർ ഹിസ്റ്ററിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ ജീവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മുട്ടയിടുന്ന സമയമായാൽ ഈ ജീവി അത് ഓക്കുമരങ്ങളിലേക്ക് വലിഞ്ഞു കയറുമ്പോൾ ഈ ജീവിക്കറിയാം ഇനി ഒരു തിരിച്ചു വരവ് താഴേക്കില്ലെന്ന് ജീവിക്കറിയാം. സ്വസ്ഥമായ സൗകര്യമുള്ള ഒരു സ്ഥലം ആ മരത്തിൽ ആ ജീവി കണ്ടുപിടിച്ചു കഴിയുമ്പോൾ അവിടെ ഇരുന്ന് ആ ജീവി മുട്ടയിടാൻ വേണ്ടി ആരംഭിക്കും. 3 ദിവസം താനിട്ട മുട്ടകൾക്ക് ആ ജീവി അടയിരിക്കും. 3-ാം ദിവസം കുഞ്ഞുങ്ങൾ പുറത്തു വരും. കുഞ്ഞുങ്ങൾ പുറത്തു വന്നാലും ആ ജീവി ആ കുഞ്ഞുങ്ങളുടെ മേലെ ഇരിക്കും. കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് ഭക്ഷിക്കുന്നത് ഈ അമ്മ പുഴുവിനെയാണ്. ഈ ജീവിയാണ് ആദ്യമായി കുഞ്ഞുങ്ങൾ ഭക്ഷിക്കുന്നത്. കുഞ്ഞുങ്ങൾ അമ്മയെ ഭക്ഷിക്കുമ്പോൾ ഒരു ചുവന്ന ചായം ഈ അമ്മയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും, ഒരു ചുവന്ന കറ പുറത്തേക്ക് വരും. അത് ആ മരത്തിലാകെ വ്യാപിക്കും. ആ ചുവന്ന കറ ഈ കുഞ്ഞുങ്ങളുടെ മേലും പതിയും. ആ കുഞ്ഞുങ്ങളും ചുവന്ന നിറത്തിലായിട്ട് മാറും. ആ കുഞ്ഞുങ്ങൾ ഈ അമ്മയെ ഭക്ഷിച്ച് ആദ്യ ദിവസങ്ങളിൽ അവയുടെ ജീവൻ നിലനിർത്തും. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി തീരുന്നതിലൂടെ ആ അമ്മ പുഴു, ആ അരക്ക് ജീവി എന്നേക്കുമായിട്ട് അതിൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ഇനി 22-ാം സങ്കീർത്തനം 6-ാം വചനത്തിലേക്ക് വരാം. അവിടെ ദാവീദ് രാജാവിനുള്ള പരിശുദ്ധാത്മാവ് ഈശോയെ പറ്റി ഇങ്ങനെ പ്രവചിച്ചു: ഞാനൊരു മനുഷ്യനല്ല, ഞാനൊരു കൃമിയാണ്. എല്ലാവരുടെ മുമ്പിൽ അവജ്ഞാപാത്രമായ, എല്ലാവരുടെ മുമ്പിൽ വെറുമൊരു കീടമായ, ഒന്നുമല്ലാത്ത വെറുമൊരു പുഴുവാണ്, വെറുമൊരു കൃമിയാണ്, കീടമാണ് ഞാൻ എന്നല്ല കർത്താവ് പറഞ്ഞത്. തൻ്റെ മക്കൾക്ക് ജീവനുണ്ടാകാൻ വേണ്ടി അവിടെ ഭക്ഷണമായിട്ട് മാറിയ ആ അരക്ക് ജീവിയെ പോലെയാണ് ഞാൻ. വിലയില്ലാത്ത വസ്ത്രങ്ങൾക്ക് തൻ്റെ രക്തത്തിലൂടെ ചായം കലർത്തി അവയെ രാജകീയമാക്കി മാറ്റുന്ന, അവയെ പ്രൗഢിയുള്ളതാക്കി വിലയുള്ളതാക്കി മാറ്റുന്ന അരക്ക് ജീവിയാണ് ഞാൻ എന്നാണ് ഈശോ പറഞ്ഞ ആ വാക്കുകളുടെ അർത്ഥം.
വിലയില്ലാത്ത വസ്ത്രങ്ങൾ, ഭംഗിയില്ലാത്ത തുണിത്തരങ്ങൾ ഈ അരക്ക് ജീവിയുടെ ചുവന്ന കറയിൽ മുക്കിക്കഴിയുമ്പോൾ അത് വിലയുള്ളതായിട്ട് മാറുന്നു. അത് രാജകൊട്ടാരങ്ങളിലേക്ക് അത് കൊണ്ടുപോകപ്പെടുന്നു. രാജാക്കന്മാർ, രാജകുടുംബാംഗങ്ങൾ ആ വസ്ത്രം ധരിക്കുന്നു. അവിടെ പ്രൗഢി ജനം മുഴുവനും കണ്ടു നിൽക്കുന്നു. ഇതുപോലെ വിലയില്ലാത്ത നമ്മുടെ ആത്മാവിൽ കർത്താവിൻ്റെ രക്തം വീണപ്പോൾ നമ്മൾ വിലയുള്ളതായിട്ട് മാറി. നമ്മുടെ പാപത്തിന്റെ എല്ലാ അഴുക്കുകൾ, പാപത്തിന്റെ കറകൾ അവന്റെ രക്തം വീണപ്പോൾ ശുദ്ധിയുള്ളതായിട്ട് മാറി, വെണ്മയുള്ളതായിട്ട് മാറി. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വചനത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പഠിപ്പിച്ചത്, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ തിരു രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇനി 22-ാം സങ്കീർത്തനം 6-ാം വചനം പലവട്ടം നമ്മൾ ഇനി കടന്നു പോകുമ്പോൾ നമ്മൾ ബഹുമാനത്തോടെ വേണം ആ കൃമി എന്ന വാക്കിനെ നമ്മൾ കാണുവാൻ. ബഹുമാനത്തോടെ വേണം ആ കൃമി എന്ന വാക്കിനെ നമ്മൾ വായിക്കുവാൻ, നമ്മൾ ധ്യാനിക്കുവാൻ. നമ്മൾക്ക് വിലയുണ്ടാകാൻ വേണ്ടി വിലയില്ലാതായി തീർന്ന ഒരു മനുഷ്യൻ, ദൈവപുത്രൻ ആ വാക്കിൽ ഒളിഞ്ഞിരിപ്പുണ്ട്.